ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വരുമാനം എത്ര കിട്ടിയാലും തികയുന്നില്ല, വീട്ടിലേക്ക് എത്ര പൈസ വന്നാലും അത് ഒന്നിനും നിലനിൽക്കുന്നില്ല, അത് തികയുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ആ വീട്ടിലേക്ക് വലിയ സമ്പത്ത് കടന്നു വരും. മാത്രമല്ല ചിലപ്പോൾ അത് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ഭഗവാൻ തരാം. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രയത്നവും നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ആ ഗുണം അനുസരിച്ചിരിക്കും. എന്തായാലും നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളതാണ്. നിലവിലെ അവസ്ഥ മാറും, അതിൻ്റെ സംശയമൊന്നും വേണ്ട. വരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്ത് നോക്കുക. ഏതായാലും നല്ല കാര്യങ്ങളാണ്. ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്തവരെല്ലാം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ കാണാൻ ഒരാൾ വന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ പുത്തങ്കാവലമ്പലത്തിൽ പോയിട്ട് ഇവിടെ വന്ന് അല്പനേരം ഇരിക്കും, ഉച്ചവരെ ഇരിക്കും. അമ്മയെ കണ്ടിട്ട് കാണുന്നവർ ചിലർ എന്നെ കാണാൻ വരും അതിനുവേണ്ടി. അപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 25 പവന്റെ സ്വർണം ഒരാൾ മേടിച്ചതാണ് ഒരാവശ്യത്തിന്, പക്ഷെ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ നാഗരാജാവിന് ഒരു കാര്യം പറഞ്ഞു, അത് ചെയ്ത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് എനിക്കൊരു ദക്ഷിണ ഇവിടെ അദ്ദേഹം ദക്ഷിണ വെച്ച് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനതൊന്നും നോക്കി അദ്ദേഹത്തിന് അത് നേരത്തെ നോക്കിയപ്പം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹം കൂടെ സന്തോഷം കൊണ്ട് ഒരു ചെറിയ ദക്ഷിണ വെച്ചിട്ടും പോയി. ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഭഗവാന്റെ പാദം തൊട്ടാണ് പറയുന്നത്. അപ്പോൾ ആ വിദ്യ, ആ നാഗരാജാവിന്റെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ അവസാനമായിരിക്കും, അവസാനം വരെ കാണുക കേട്ടോ, നിങ്ങൾക്കത് ഗുണം ചെയ്യും. അതുപോലെ 4.5 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയവർക്ക് ഞാൻ പറഞ്ഞ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് വളരെ അതിനുള്ള വഴി തുറന്നു കിട്ടി എന്ന് അവർ പറഞ്ഞ അനുഭവങ്ങളെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ്. അതുപോലെ വിദേശത്ത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പറഞ്ഞ കാര്യം ചെയ്ത് അദ്ദേഹത്തിന് വലിയ ബിസിനസ്, അതൊക്കെ വലിയ തുകകളാണ്, വലിയ നേട്ടങ്ങളുണ്ടായി. അപ്പൊ അദ്ദേഹം 61,000 രൂപ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് സമർപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം അതിന്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ വീഡിയോയിലും. അപ്പൊ ഞാൻ നിങ്ങളുടെ വരുമാനം വീട്ടിൽ എത്ര കിട്ടിയിട്ടും തികയുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് വേറെ എങ്ങൊന്നും ആരും പറഞ്ഞു തരത്തില്ല, അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഈ വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. വരുമാനം എത്ര വീട്ടിൽ വന്നാലും പണം വന്നാലും നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ശിവനുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. മുൻജന്മ കർമ്മദോഷങ്ങൾ, നമ്മൾ ഒരു വഴിപാട് ചെയ്താലും ഫലം കിട്ടാത്തതിന്റെ കാര്യം മുൻജന്മ കർമ്മദോഷമാണ്. ഈ മുൻജന്മ കർമ്മദോഷം ഇപ്പം ചിലർ പരീക്ഷ എല്ലാവരും എഴുതുന്നുണ്ട്. ചിലർക്ക് പരീക്ഷയുടെ തലേദിവസം ചില പ്രശ്നം വരും, ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല. അല്ലെ പരീക്ഷയുടെ കുറച്ച് നാൾ മുമ്പ് തൊട്ട്, ഇപ്പൊ BSc പരീക്ഷയൊക്കെയാണ്, കുറച്ച് നാൾ മുമ്പ് തൊട്ട് ചിലപ്പം പഠിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് പഠിക്കാൻ പറ്റും, ചിലർക്ക് പരീക്ഷ എഴുതുന്ന ആ സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചുരുക്കം പറഞ്ഞാൽ കർമ്മദോഷം എന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു, പെട്ടെന്ന് ചിലപ്പോൾ ഒരു വണ്ടി അയാളെ വന്ന് തട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ചിന്തിക്കുക, അവിടെ 5 മിനിറ്റ് മുമ്പ് ഞാൻ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നല്ലോ, അല്ലെ 10 മിനിറ്റ് മുമ്പ് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഈ സമയവും നിങ്ങൾ ചെയ്ത കാര്യവും ഇത് നടന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസമാണ് ആ കർമ്മദോഷം. അപ്പൊ ആ സമയം മാറത്തില്ല. അതേസമയം നിങ്ങൾക്ക് കർമ്മദോഷം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ക്രോസ് ചെയ്യാൻ വരുമ്പം വേറൊരു കൂട്ടുകാരനെ വല്ലതും വിളിച്ചിട്ട് ഇഞ്ഞു വാന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞു തന്നാൽ വണ്ടി ആ സമയത്ത് കടന്നു പോകും. ഇതൊക്കെ ഈ ചില തലനാരിഴയ്ക്കാണ് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നടക്കുന്നതും നഷ്ടപ്പെടുന്നതും. ഈ നഷ്ടപ്പെടുന്നതെല്ലാം കർമ്മദോഷവും മുൻജന്മ കർമ്മദോഷമാണ്. അത് നമ്മൾ വിചാരിച്ചാലും മാറ്റാൻ ചില കാര്യങ്ങൾ ചെയ്താൽ പറ്റും. കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മുൻജന്മ കർമ്മദോഷം ഉണ്ടോ എന്ന് നിങ്ങൾ വേറെ വ്യക്തിയോട് ചോദിക്കണ്ട. നിങ്ങളുടെ കൈരേഖയിൽ അറിയാം, നിങ്ങളുടെ ഗ്രഹനിലയിൽ അറിയാം. അതിന് ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം ഈ വീടിന്റെ ചുറ്റുമതിൽ ചിലർ പെര വെച്ച് ചുറ്റുമതിലിനോട് ചേർത്ത് അങ്ങ് കൊണ്ടുവരും. അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്, അത്ര നല്ല കാര്യങ്ങളല്ല, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ചില കുട്ടികൾ ചില സമയങ്ങളിൽ മോശം കൂട്ടുകെട്ടുകളെ, തെറ്റായ ബന്ധങ്ങളെ, കേസ്, ജയിൽവാസം ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് രാഹുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിന്റെ കാര്യങ്ങളും അതിനുള്ള പരിഹാരവും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇപ്പൊ നിങ്ങളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട്
നിങ്ങളുടെ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ 10, 15, 20 എത്ര മിനിറ്റ് ആയിക്കോട്ടെ ചിലവഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അത് പ്രയോജനപ്പെടും. കാരണം ഇതിൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട. അതുപോലുള്ള കാര്യങ്ങൾ ഇത് വേറെ എങ്ങൊന്നും കിട്ടത്തുമില്ല. എന്നോട് ഇനി ചോദിച്ചാൽ ഞാൻ ഇതുപോലെ പറഞ്ഞും തരത്തില്ല. വീഡിയോ കാണുക, പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതുപോലെ വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക, എന്നിട്ട് എഴുതി വെക്കുക ആവശ്യമുള്ളത്. അതൊരു പുസ്തകമാക്കുക. നിങ്ങളുടെ ആ കുടുംബത്തിലെ നിങ്ങളുടെ പരമ്പരയ്ക്കെല്ലാം ആ പുസ്തകത്തിനകത്ത് എല്ലാത്തിനുള്ള പരിഹാരമുണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ വീഡിയോകളും ആവശ്യമുള്ള എഴുതി വെക്കുക, ആവശ്യമുള്ളപ്പെടുത്ത് പ്രയോഗിക്കുക. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്ന രീതി ഞാൻ പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങളും പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും വേണം. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ട് ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ടാൽ എനിക്കറിയാം നല്ല കാര്യം ഞാൻ പറഞ്ഞു തരും. അതിന് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് സാഹചര്യം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി 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 എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലവരെ മാറ്റാൻ പോകുന്ന കാര്യങ്ങളാണ്, സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും മാറിയിരിക്കും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആദ്യം പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ ഒരു ചെറിയ വെള്ളിയുടെ കൃഷ്ണന്റെ ഒരു ലോക്കറ്റ് വാങ്ങുക. വെള്ളിയിലെ തീർത്ത കൃഷ്ണന്റെ ചെറിയൊരു ലോക്കറ്റ് വാങ്ങുക. ഇതൊന്നാമത്തെ. രണ്ടാമത് വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞുതരുന്ന ഈ കാര്യമാണ്. വരുമാനം നിലനിൽക്കുന്നില്ലേ, വലിയ സമ്പത്തും ഐശ്വര്യവും ഭഗവാന്റെ ഫലം. ഭഗവാൻ ഇപ്പം പല കോടീശ്വരന്മാരെ നോക്കിക്കൂ, അവരൊക്കെ കൃഷ്ണഭക്തന്മാരാ. ഞാൻ ആളുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കൂ. വലിയ കോടീശ്വരന്മാർ പലരും കൃഷ്ണഭക്തരാണ്. അപ്പോൾ നിങ്ങൾ വെള്ളിയുടെ ഒരു ലോക്കറ്റ് നിങ്ങൾ വാങ്ങുക. ചെറുത് മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. വലിയ പൈസയുടെ ഒന്നും വാങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ 1200 രൂപ തൊട്ടൊക്കെ ഉണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൃഷ്ണന്റെ ഒരു ലോക്കറ്റ് വാങ്ങുക, വെള്ളിയുടെ. ഈ ലോക്കറ്റ് വ്യാഴാഴ്ച വൈകുന്ന പാട് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് ഈ ലോക്കറ്റ് ഇട്ട് വെക്കണം. വ്യാഴാഴ്ച രാത്രി ഇട്ട് വെക്കുക. അത് രാത്രി മുഴുവൻ ആ വെള്ളത്തിനകത്ത് കിടക്കട്ടെ. എന്നിട്ട് വ്യാഴാഴ്ച രാത്രി ഇത് നിങ്ങൾ ആ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ഈ ലോക്കറ്റ് എടുത്ത് നിങ്ങളുടെ പൂജാമുറിയിലോ പ്രാർത്ഥിക്കുന്നിടത്തോ എവിടാന്ന് വെച്ചാൽ ഒരു തട്ടത്തിൽ വെച്ചെന്നോ ചട്ടത്തിൽ വെറുതെ വെച്ചാൽ മതി. ഈ നിവർത്തി വെക്കണമെന്നില്ല, വെറുതെ വെച്ചിട്ട് ഓം കൃഷ്ണായ നമ എന്ന് ഭഗവാനോട് മന്ത്രം ജപിച്ച്, അത് നിങ്ങൾക്ക് എത്ര വേണേലും 1 മിനിറ്റോ 1/2 മിനിറ്റോ 3 തവണയോ ഒരു തവണ ജപിച്ചാൽ പോലും ഉള്ളിൽ നിന്ന് ജപിക്കണം. ജപിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ കാലമെല്ലാം മറക്കണം. എങ്കിലേ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാന് ചെല്ലത്തുള്ളൂ. ജപിച്ചു കഴിഞ്ഞ് ശരിയായോ അങ്ങനെയുള്ള സംശയമൊന്നും ഉണ്ടാകരുത്. ഭഗവാനെ മനസ്സ് പൂർണ്ണമായിട്ട് ചെല്ലണം. എന്നിട്ട് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണം, ഐശ്വര്യം നൽകണം എന്ന് പറയുക. ഓം കൃഷ്ണായ നമ എന്ന് മാത്രം ജപിച്ചാൽ മതി. ഈ ലോക്കറ്റ് ചെറിയൊരു തട്ടത്തിനകത്ത് വെച്ച് പൂജാമുറിയിലോ പ്രാർത്ഥിക്കുന്നിടത്തോ എവിടാന്ന് വെച്ചാൽ വെക്കാം, അതിനകത്ത് തെറ്റില്ല. ഇത് വ്യാഴാഴ്ച മാത്രം രാത്രിയിൽ വെള്ളത്തിൽ ഇടണം. വെള്ളിയാഴ്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് പൂജാമുറി വെച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. വെള്ളത്തിൽ ഇടുന്നത് വ്യാഴാഴ്ച രാത്രി മാത്രം മതി. ബാക്കി എല്ലാ ദിവസവും പൂജാമുറി വെച്ച് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ചയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിങ്ങൾ രാത്രി വെള്ളത്തിൽ കൊണ്ട് ഇട്ടാൽ മതി. രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടക്കട്ടെ. വെള്ളിയാഴ്ച രാവിലെ എടുത്ത് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കാം. വെള്ളത്തിലിടുന്നത് വ്യാഴാഴ്ച രാത്രി മതി. ഒരു വിദ്യ. ഇനി ഈ വെള്ളിക്ക് ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളി ലോക്കറ്റ് മേടിക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല, മേടിക്കണ്ട. പറ്റുന്നവർ ചെയ്യുക, പറ്റാത്തവർ ചെയ്യണ്ട. വലിയ പൈസ മുടക്കി ചെയ്യുകയും ചെയ്യരുത്. 1200 രൂപ തൊട്ടൊക്കെ കിട്ടും. അത്
പറ്റുവാണ് ചെയ്യുക, ഇല്ലേ ചെയ്യണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പൈസ ഇല്ലാത്തത് ചെയ്യണമെന്നോ വലിയ പൈസ മുടക്കണമെന്നോ ഞാൻ പറയത്തില്ല. കാരണം അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇപ്പൊ 3000 5000 അങ്ങനെയൊന്നും മുടക്കരുത്. 1200 രൂപയുടെ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് പറ്റുവാണെങ്കിൽ മേടിക്കുക, ഇല്ല മേടിക്കണ്ട. ഇനി രണ്ടാമത്തെ വിദ്യ, ഇത് പറ്റിയില്ലെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ മതി. ശനിയാഴ്ച 11 കദളിപ്പഴം പഴുത്തതായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. തലേദിവസം പച്ചമരുന്നുകളുടെ ഒന്ന് വാങ്ങി വെക്കണം. 11 പഴുത്ത കദളിപ്പഴവും ഒരു കൂവളത്തിലെ അർച്ചനയെ ശനിയാഴ്ച രാവിലെ ശിവനടയെ പിടിച്ച് ഭഗവാനോട് സമ്പത്ത് നൽകണേ എന്ന് ഭഗവാനെയും പാർവ്വതീദേവിയും വിളിക്കണം കേട്ടോ. ആദ്യം പാർവ്വതീദേവിയെ വിളിച്ചിട്ടേ ഭഗവാനെ വിളിക്കാവൂ. സമ്പത്ത് നൽകണേ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ഭഗവാനെ നേദിക്കാൻ. മനസ്സിലായില്ലേ? ഇത് ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഇത് വേണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് വാങ്ങാം, അല്ലെ വാങ്ങാതിരിക്കുക. അതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല. ഭഗവാന് നമ്മളെ സമർപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല. ആവശ്യമുള്ളവർക്ക് വാങ്ങാം, ഇനി വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ അകത്തൊന്നും നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കുകയാണ്. ഇത് സാധിക്കുന്ന പോലെ ശനിയാഴ്ചകൾ ആവർത്തിക്കുക. വേണമെങ്കിൽ ആഴ്ചകൾ ചെയ്യാം, അല്ലെ മാസത്തിൽ ഒരു ശനിയാഴ്ച ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ. ഇതും ഭഗവാൻ നിങ്ങൾക്ക് അപാരമായ സമ്പത്തും ഐശ്വര്യം തരും. 11 പഴുത്ത കദളിപ്പഴം തലേദിവസം പച്ചമരുന്ന് വാങ്ങി വെക്കണം. അതിൻ്റെ കൂടെ ഒരു കൂവളത്തിലെ അർച്ചനയും കൂടെ വെച്ച് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണം, ഐശ്വര്യം നൽകണേ എന്ന് മനസ്സ് ഭഗവാനിൽ ചെല്ലണം. അല്ലാതെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ രാവിലെ ചെയ്യുക. ഇത് രണ്ടാമത്തെ കാര്യം. ഈ രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുക. അത്ഭുതമായ കാര്യമാണ്. നിങ്ങളുടെ വരുമാനസ്ഥിതി മാറുവാനും, വരുമാനം കൂടുവാനും, സാമ്പത്തികം നിലനിൽക്കുവാനും, വർദ്ധിച്ചു വരാനും എല്ലാം ഈ 2 വിദ്യകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. രണ്ടുകൂടെ ചെയ്യേണ്ട ആരും, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനിയും ഈ നമ്മൾ എന്തു ചെയ്തിട്ട് നമുക്ക് മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനൊരു കാരണം കാണും. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ചെയ്ത പ്രാർത്ഥന ഫലിക്കുന്നില്ല, നമ്മൾ ചെയ്ത വഴിപാട് ഫലിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാരണമാണ് മുൻജന്മ കർമ്മദോഷം. അപ്പം നിങ്ങൾക്ക് മുൻജന്മ കർമ്മദോഷം ഉണ്ടോ? ഇത് നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന, നിങ്ങളുടെ കയ്യിൽ നോക്കി മനസ്സിലാക്കാവുന്ന ചില വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ എന്നാലാവുന്ന രീതി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണുന്നത് ഇത് ആയുർരേഖയല്ല, ഇത് ബുദ്ധിരേഖ. എന്നിട്ട് ഇങ്ങനെ കാണുന്ന ബുദ്ധിരേഖ. ഈ വളവോടുകൂടി കാണുന്നതാണ് ആയുർരേഖ. ഇത് കണ്ടോ, ഇത് ആയുർരേഖ. പിന്നെ ഇത് ഹൃദയരേഖ. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ഈ ചൂണ്ടുവിരലിന്റെ താഴെ ഇതെല്ലാം പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോണം. അപ്പം പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ ചിന്തിച്ചോണം കേട്ടോ. അപ്പം ഇത് ചൂണ്ടുവിരലിന്റെ താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം. ഈ വ്യാഴമണ്ഡലത്തിന് താഴെ ഈ ആയുർരേഖയും ബുദ്ധിരേഖയും, ഈ 2 രേഖ ഇവിടെ അല്പം ചങ്ങല പോലെ കാണുക. ഇത്രയും ഭാഗം ഇത് മുൻജന്മ കർമ്മദോഷം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. സ്വയം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു സൂചന മനസ്സിലായി. അങ്ങനെ ഒന്നിലധികം സൂചനകളാണ് പറഞ്ഞു തരുന്നത്. ഒന്നിലധികം. ഇപ്പം ചിലരുടെ കൈ ഇത് ഒരു സൂചനയെ കാണത്തുള്ളായിരിക്കും, ചിലരുടെ കൈ ചിലപ്പോൾ 2 സൂചന കാണാം, ചിലരുടെ കൈ ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ല. അപ്പോൾ ഇതിൽ ഓരോ സൂചനകളും പറഞ്ഞുതരാം. ഇനി രണ്ടാമത് വരുന്നത് മോതിരവിരലിന്റെ താഴെ ഗുണനചിഹ്നം കാണുക. അതും മുൻജന്മ കർമ്മദോഷത്തെ കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് വലിയ ദോഷങ്ങളാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്താലും ഒരു കാര്യത്തിന് കാലതാമസം ഉണ്ടാകുക, അതാണ് പ്രധാനം. ഇപ്പം നമ്മൾ PSC പരീക്ഷ എഴുതുന്നു, നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ചിലപ്പോൾ ആ സമയത്ത് നന്നായിട്ട് എഴുതാൻ പറ്റാതെ വരിക. എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യത്തിന് നമുക്ക് അറിയാം കഴിവുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ മുൻജന്മ കർമ്മദോഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിവില്ലാഞ്ഞിട്ടല്ല, നമുക്ക് ആ സമയത്ത് അത് വേണ്ട രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കാതെ വരിക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ വരിക. വലിയ ദോഷമൊന്നും അല്ല അത്. എങ്കിലും നമുക്ക് ചില പ്രാർത്ഥനകൾ, അതിനുള്ള വഴിപാടുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് മാറ്റാൻ പറ്റും. അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയ ദോഷമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പ്രയത്നവും ഈശ്വരാധീനവും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതിന്റെ അപ്പുറം ചിന്തിക്കരുത്. ഇതൊന്നും വലിയ ദോഷങ്ങളല്ല കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ പ്രയത്നവും ഈശ്വരാധീനവും ഉണ്ടെങ്കിൽ ഈ ഏറ്റവും വലിയ നേട്ടങ്ങളും സമ്പത്തും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി ഇതുപോലെ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. ശനിമണ്ഡലം നടുവിരലിന്റെ താഴെയുള്ള ഭാഗമാണ്. ഇവിടെ ഒരു ഗുണനചിഹ്നം കാണുക. അപ്പൊ ഇതെല്ലാം കൂടെ ഒരാളുടെ കൈ കാണണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് കണ്ടാലും മതി.
പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കാണിച്ചു തരുന്നേ ഉള്ളൂ. പലരുടെയും എത്രയോ ആളുകൾ കാണുന്നു. അപ്പം പലരുടെയും കൈകളിൽ പലതായിരിക്കും കാണുന്നത്. ചിലരുടെ കയ്യിൽ ഈ ചെങ്ങലയായിരിക്കും, ചിലരുടെ കൈ ഈ മോതിരവിരൽ താഴെ ഗുണനിശ്ചയമായിരിക്കും. അങ്ങനെ പലർക്കും പലതായിരിക്കും. ആ രീതിയിൽ മനസ്സിലാകുക. ഇപ്പൊ ശനിമണ്ഡലത്തിന് താഴെ ഗുണനിശ്ചയം കണ്ടു കഴിഞ്ഞാൽ മുൻജന്മ കർമ്മദോഷം എന്നാണ്. ഞാനീ പറഞ്ഞ കർമ്മദോഷം ഒക്കെ ഇതൊന്നും വലിയ ദോഷങ്ങളല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ചെറിയ കാലതാമസങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല ഉയർച്ചയിൽ എത്താൻ പറ്റും. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഉയർച്ചയിലും സമ്പത്തും എത്താൻ പറ്റും. അല്ലാതെ ഇതൊന്നും വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളല്ല എന്നുകൂടെ മനസ്സിലാക്കുക. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കരുത് കേട്ടോ. ഇനിയും ഇതുകൊണ്ട് ഭാഗ്യരേഖ, ഇത് ഭാഗ്യരേഖയാണ്. ഈ ഭാഗ്യരേഖയിൽ വൃത്തം കാണുക, അല്ലെങ്കിൽ ഭാഗ്യരേഖ മങ്ങിക്കാണുക, അല്ലെങ്കിൽ ആയുർരേഖ മങ്ങിക്കാണുക, ഇത്രയും ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏതൊരു തരത്തിലും കാലതാമസം, കാര്യതടസ്സം, ഇങ്ങനെ മുൻജന്മ കർമ്മദോഷങ്ങൾ കൊണ്ടുണ്ട് എന്ന് കരുതി വീട്ടിൽ കയറി വെറുതെ ഇരിക്കണമെന്നാണോ ഞാൻ പറയുന്നത്? ജോലി ചെയ്യാതിരിക്കണമെന്നാണോ ഞാൻ പറയുന്നത്? വിഷമിച്ചിരിക്കണമെന്നാണോ ഞാൻ പറയുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ പ്രവർത്തിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം പ്രവർത്തിക്കുന്നതിനാണെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കുക. ജോലി കിട്ടുന്നില്ലേ? കൂടുതൽ പരിശ്രമിക്കുക. ജോലി കിട്ടാൻ എന്ത് വേണോ കൂടുതൽ പരിശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും. കൂടുതൽ പ്രവർത്തിക്കണം ഇങ്ങനെ കർമ്മദോഷമുള്ളവർ. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട ചില കാര്യങ്ങളും കൂടെ ചെയ്യുക. വലിയ സമ്പത്ത് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. അത് നിങ്ങൾ കേട്ടാൽ മതി. പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ പരിഹാരത്തിലേക്ക് വരാം. അതായത് ചില ഗ്രഹനിലകളിൽ ഞാൻ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പം ലഗ്നാല് അഞ്ചാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുക മുൻജന്മ കർമ്മദോഷം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചില ഗ്രഹനിലകളിൽ 5 വ്യാഴവും സർപ്പനും അതിൻ്റെ കൂടെ സൂര്യനൂടെ യോഗം ചെയ്യുക സർപ്പ ദോഷങ്ങൾ അല്ലെ സർപ്പപ്രീതി വേണമെന്നുള്ളത് കാണാറുണ്ട്. ചില ഗ്രഹനിലയിൽ 5 സൂര്യൻ നിൽക്കുക, സൂര്യന് പാപ മധ്യസ്ഥിതി വരിക, പിതൃ ശാപങ്ങള്. ചില ഗ്രഹനിലയിൽ 5 ചന്ദ്രൻ നിൽക്കുക, ചന്ദ്രന് പാപ മധ്യസ്ഥിതി വരിക, മാതൃശാപങ്ങള്. ചില ഗ്രഹനിലയിൽ ഗുളിക യോഗത്തിൽ ശനി 5 നിൽക്കുക. ഇതെല്ലാം പലതരത്തിലുള്ള ശാപങ്ങളെ, ശാപദോഷങ്ങളെ, കർമ്മദോഷങ്ങളെ കുറിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ചില എളുപ്പ വഴികളുണ്ട്. ഇങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ നല്ല നില വരുന്നവരും ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൂടുതൽ പ്രയത്നിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ കൂടുതൽ പ്രയത്നിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈശ്വരാധീനത്തോടെ ചില കാര്യങ്ങളും ചെയ്യണം. അപ്പോഴേ അതിന് ഞാൻ ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ പറഞ്ഞുതരാം, എളുപ്പം ജീവിതം മാറാൻ വേണ്ടി. തിങ്കളാഴ്ച മുൻജന്മ കർമ്മദോഷമുള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക, ഭഗവാൻ ഒരു പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് സമർപ്പിക്കുക. ഇനി ഇത്രയും സമർപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നെയ്വിളക്കും കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇനി അതും ചിലർക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെയ്വിളക്കും കൂവളത്തിലെ അർച്ചനയും ചെയ്യുക. ഇനി അതിനും ചിലർക്ക് പറ്റുന്നില്ലെങ്കിൽ നെയ്വിളക്ക് മാത്രമെങ്കിലും ചെയ്യുക. ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ തിങ്കളാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്ത് ഇനി നിങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ ഒരു നാണയം പോലും ഭഗവാന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കൂവളത്തില് മാത്രം ഭഗവാന് വെച്ചിട്ട്, ഭഗവാനെ മനസ്സിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിവഭഗവാനെ വിളിച്ച് തിങ്കളാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരു മുൻജന്മ കർമ്മദോഷവും മാറും, ശാപദോഷങ്ങളും മാറും, നിങ്ങളുടെ തടസ്സങ്ങളും മാറും. നിങ്ങളുടെ ജീവിതം അതോടെ രക്ഷപ്പെടും. ശ്രദ്ധിച്ചു കേട്ടോണം, അതോടെ രക്ഷപ്പെടും. ഇന്നേ സമർപ്പിക്കാൻ പറഞ്ഞ സാമ്പത്തികത്തിനാണ്. കൂവളത്തിലെ അർച്ചന മുൻജന്മ കർമ്മദോഷം മാറാനാണ്. പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂവളത്തിലെ അർച്ചനയും നെയ്യുവാണെങ്കിൽ ഭാഗ്യം കൂടെ വർദ്ധിച്ച് പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പാൽപ്പായസം പറ്റുന്നവർ ചെയ്യുക, അതും മുൻജന്മ കർമ്മദോഷത്തിനാണ് കേട്ടോ. ഇനി ഇതൊന്നും അല്ല, ഒരു തുളസിയല്ല, പറഞ്ഞപ്പോൾ മാറിപ്പോയാണ്, ക്ഷമിക്കുക. കൂവളത്തിലെങ്കിലും ശിവന് തിങ്കളാഴ്ച സമർപ്പിച്ചാൽ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മനസ്സിന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഏത് കർമ്മദോഷവും ഭഗവാൻ മാറ്റിത്തരും. ഭഗവാൻ ആ വ്യക്തിയോട് ക്ഷമിക്കും എന്ന് വെച്ചാൽ ആ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കും. ആ വ്യക്തിയുടെ ഭക്തിയിൽ ഭഗവാൻ എല്ലാ തെറ്റുകളും ക്ഷമിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത് മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം,
പക്കനാളിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുമന്ന പൂക്കളും വെള്ള പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യാൻ തിരുമേനിയെ ഏർപ്പാട് ചെയ്യുക. നിങ്ങൾ കടുംബായുസവും ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലിയും ചെയ്യുക. ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. ഇത് പക്കനാൾ തോറും ആവർത്തിക്കുക. മുൻജന്മ കർമ്മദോഷങ്ങൾ പെട്ടെന്ന് മാറുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പക്കനാളിനന്ന് കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വൈകുന്നപാട് പോയി ഭഗവാൻ ഒരു സെറ്റും കൊണ്ട് സമർപ്പിക്കുക. സാധിക്കുമെങ്കിൽ ചുറ്റുവിളക്ക് അല്ലെ കൽവിളക്ക് തെളിയിക്കുക. ഭഗവാന് വൈകിട്ടുള്ള നിവേദ്യം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലിയും നെയ്യും സമർപ്പിക്കുക. ഇതൊക്കെ പറ്റുന്ന പോലെ ആവർത്തിക്കുക. ഈ 3 കാര്യങ്ങൾ പെട്ടെന്ന് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഒക്കെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ പലതും ചെയ്തിട്ട് പലതും നമുക്ക് ഫലപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും കർമ്മദോഷങ്ങൾ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ചിലരുടെ ജാതകത്തിൽ ഇപ്പം ലഗ്നാല് അല്ലെ ചന്ദ്രാലോ ലഗ്നാലോ ആയിക്കോട്ടെ, 2 പാപഗ്രഹം നിൽക്കുന്നു. അവന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ജീവിതം മാറ്റം വരും. സംസാരം, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, മറ്റുള്ളവരോട് ദയാപൂർവമായിട്ട് സംസാരിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന നല്ല കാര്യങ്ങൾ പറയുക, നാവ് കൊണ്ട് ദേവനാമം ജപിക്കുക, ദേവതയെ സ്തുതിക്കുക. ഇത് തന്നെ മനസ്സിലാക്കി സത്യസന്ധമായിട്ട് ചെയ്ത ആ വ്യക്തി മാറും. സാമ്പത്തികം വരും. 2 പാപഗ്രഹമുള്ളൊരു ഈ 2 പാപഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? മുൻജന്മത്തിൽ ഇവൻ ഈ നാക്കുകൊണ്ട് പല പല ദുഷ്കർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി 5 പാപഗ്രഹമുള്ളവർ ലഗ്നാലോ ചന്ദ്രാലോ ആയിക്കോട്ടെ, 5 മനസ്സിന്റെ സ്ഥാനമാണ്. മനസ്സുകൊണ്ട് പല ദുഷ്കർമ്മങ്ങളും ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ജന്മത്തിൽ 5 പാപഗ്രഹം വരുന്നത്. അപ്പോൾ മനസ്സിൽ ഈശ്വരനെ സ്തുതിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, മനസ്സ് ധ്യാനം ഇതൊക്കെ ചെയ്യുക, ഈശ്വരനെ സ്തുതിക്കുക, നല്ലത് ചിന്തിക്കുക. അവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. എഴുതി വെച്ചു. ഞാനിങ്ങനെ പല കാര്യങ്ങളും ഗ്രഹനില നോക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ ഉപകാരപ്പെടാറുമുണ്ട്. ഇനിയും ചിലരുടെ 9 പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഗുരുവിനെ കിട്ടത്തില്ല, ഗുരുത്വം കാണത്തില്ല. കഴിഞ്ഞ ജന്മം ഗുരുനിന്ദ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യണം? ഗുരുവിന്റെ ഇപ്പം ഗുരുക്കന്മാരുടെ സമാധി ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ജീവിതം രക്ഷപ്പെടും. ചിലപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന ഒരുത്തനായിരിക്കും, അവനൊരു സാഹചര്യം ഉണ്ടായി, അവന് ചിലപ്പോൾ ഒരു കടയിട്ട് അങ്ങനെ സമ്പന്നനായവരുണ്ട്. അത് മതി രക്ഷപ്പെടാൻ. ഇനി 10 പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ ലഗ്നാലോ ചന്ദ്രാലോ ആയിക്കോട്ടെ, 10 പാപഗ്രഹം നിൽക്കുകയാണ്. അവന്റെ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞ ജന്മം പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജന്മം ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ കൈ കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊടുക്കും പറയാറുണ്ട്. ചെയ്തവർക്ക് അതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്താൽ ആ മാറ്റം ഉണ്ടാകണമെന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് മാറ്റം വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. പല ആളുകളുടെയും പരിശോധിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ രാഹു 3, 6, 11 അല്ലാതെ ദുസ്ഥാനങ്ങളിൽ നിൽക്കുകയും മറ്റു പാപഗ്രഹങ്ങളുടെ യോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ 3, 6, 11 നല്ലതാണ്. പക്ഷെ അവിടെ നിൽക്കാതിരിക്കുക. രാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സ്ഥാനങ്ങളിൽ 3, 6, 11 ഒഴിച്ചുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുക. പാപഗ്രഹങ്ങളുടെ യോഗം വരിക. 3, 6, 11 നല്ലതാണ്. അവിടെ രാഹുസ്ഥിതി ഇല്ല എന്ന് വിചാരിക്കുക. മറ്റ് ഭാവങ്ങളിൽ ആ സ്ഥിതി എന്ന് വിചാരിക്കുക. പാവഗ്രഹങ്ങളുടെ യോഗോ ദൃഷ്ടിയോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നും വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഈ പലപ്പോഴും തെറ്റായ ചില കൂട്ടുകെട്ടുകളിൽ പോവുക, തെറ്റായ ചില റിലേഷൻസിൽ പോവുക, സാമ്പത്തിക തട്ടിപ്പുകളിൽ അങ്ങോട്ട് പോയി ചാടും. അവരന്വേഷിച്ചു പോകും. എവിടെ തട്ടിപ്പുണ്ടെങ്കിലും അതിൽ പോയി ചാടി പൈസയും കളഞ്ഞ് എൻ്റെ കാശ് പോയി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുക. ചിലർ കേസിൽ പെടുക, ചിലർ ജയിൽ ബന്ധനം ഉണ്ടാകുക, ജയിലിൽ അടക്കപ്പെടുക, ബന്ധനം ഉണ്ടാകുക. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരാളുടെ നോക്കിയപ്പം ഗോചരത്തിൽ ശനി സഞ്ചരിക്കുന്നതനുസരിച്ച് അദ്ദേഹം ചിലപ്പം കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന്. ഉണ്ടായി, കൃത്യമായിട്ട് സംഭവിച്ചത്. എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്. അദ്ദേഹം ജ്യോതിഷത്തിൻ്റെ ചില കാര്യങ്ങൾ എന്നോട് ചിലപ്പോൾ ഇടയ്ക്ക് ചോദിക്കും. ഞങ്ങൾ ചുമ്മാ സംസാരിക്കും, ആ രീതിയിൽ സംസാരിച്ചത് സംഭവിച്ചു. ഇതൊക്കെ ചില കാര്യങ്ങളുണ്ട്, ചില നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈശ്വരാധീനമുണ്ട്, ഇതെല്ലാം മാറിയും പോകും കേട്ടോ. പിന്നെ നമ്മുടെ പ്രവൃത്തി പോലിരിക്കും. മനസ്സിലായില്ലേ? ചില ദോഷ സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, കേസ്, വഴക്ക്, ജയില്, ബന്ധനം, ലഹരി, മദ്യം, മറ്റു ലഹരികൾ, ഇതിലൊക്കെ ഈ രാഹു മോശമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചെന്ന് പെടാന്നുള്ളതാണ്. പിന്നെ ഉദര സംബന്ധമായ രോഗങ്ങളെ, പട്ടി, പാമ്പ്, ഇത് ശ്രദ്ധിക്കണം രാഹു മോശമായിട്ട് നിന്ന് കഴിഞ്ഞാൽ. ഞാൻ ചില ഈ പട്ടി കടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ചില ഇത് ഗ്രഹനില നോക്കി ചിലരോട് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു കാര്യങ്ങളാണ് ശനിയുടെ സ്ഥിതി കൊണ്ടും അറിയാതെ.
നിൽക്കട്ടെ. ഏതായാലും ഇപ്പൊ രാഹുവിന്റെയാണ് പറയുന്നത്. പട്ടി പാമ്പ് ഇതിന്റെ ആക്രമണങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വിദേശ യാത്ര, അന്യദേശവാസം, അന്യദേശ ഭാഷ, ഇതെല്ലാം രാഹുവിനെ കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാഹു ദശയിലോ അല്ലെ രാഹുവിന്റെ സ്വാപഹാരത്തിലോ മോശം ചില കൂട്ടുകെട്ടുകളിലും ലഹരി അല്ലെ റിലേഷൻസിലും ഒക്കെ കുട്ടികൾ പോകുന്നതായിട്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും? ആ ദശ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് ഞാൻ അതിനുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ രാഹു മോശമായിട്ട് നിന്നാൽ പോലും ഒരാപത്തിലേക്കും പോകാതെ ജീവിത ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. ഒന്ന്, ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഇത് രണ്ടും ചെയ്താൽ മതി. വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിക്കണം. ബാക്കി സൂക്ത പുഷ്പാഞ്ജലി കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇനി ഇല്ലേലും രക്തപുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ചെയ്താൽ മതി. വെള്ളിയാഴ്ച രാവിലെ ഭദ്രകാളിക്ക് ചെയ്ത് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഏത് വ്യക്തിക്കാണോ ചെയ്യുന്ന ആ വ്യക്തിക്ക് വേണ്ടി വിശ്വസിക്കണം അമ്മ ഭദ്രകാളിയെ. ഇത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. 1-2 തവണ വെള്ളിയാഴ്ച ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇതിന്റെ രാഹുവിന്റെ ഒരു സംഭവം ബാധിക്കത്തില്ല. ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, കണക്ക് കൂട്ടി ഞാൻ മുന്നേറെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലർക്കും പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. അപ്പം അതിനേറ്റവും ഫലപ്രദമായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ചില വീടുകളിൽ ഈ വീട് പണിത് ചുറ്റുമതിലെ കയറ്റി പണിയുന്ന, അതിനോട് ജോയിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ചുറ്റുമതിൽ കെട്ടിയാൽ ചുറ്റുമതിലോട്ട് വീട് പണിതങ്ങും കയറ്റി അങ്ങും ജോയിൻ ചെയ്യുക, അതത്ര നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വാസ്തു അനുസരിച്ച് പറ്റുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വാസ്തു നോക്കാൻ പറ്റുമെങ്കിൽ നല്ല ആളുകളെ കൊണ്ട് നോക്കിച്ച് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഒരു വാസ്തുവിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും നിങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. എന്നിട്ട് അതിനായിട്ട് ഒരുപാട് പൈസ മുടക്കണമെന്ന് വീട് പൊളിച്ച് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. വാസ്തു അറിയാവുന്ന മിടുക്കന്മാരുണ്ട്. വീട് പൊളിക്കാതെ തന്നെ ചെറിയ സിമ്പിളായിട്ടുള്ള കറക്ഷൻസ് വരുത്തി ആ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒന്നും അല്ലെങ്കിലും ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഒരു കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിന്റെ ഫോട്ടോ വെക്കുക. രാവിലെ വൈകിട്ടും കർപ്പൂരം കത്തിച്ച്, സാധാരണ കർപ്പൂരോ പച്ചക്കർപ്പൂരം ഏത് വേണേലും കത്തിച്ച് തട്ടത്തി വെച്ച് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ പ്രപന്ന, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഇത് കൊണ്ട് ജപിച്ചിട്ട് ഭഗവാനെ, എൻ്റെ ഈ വീട്ടിലെ വാസ്തുവും എല്ലാം ഭഗവാൻ തന്നെയാണ്, എൻ്റെ ജീവിതവും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഭഗവാനെ സമസ്ത ഐശ്വര്യങ്ങൾ നൽകുമാറാണെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. രാവിലെ വൈകിട്ടും ചെയ്യുക. നിങ്ങളുടെ വാസ്തുദോഷങ്ങൾ ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. ഇങ്ങനെ ചില വിദ്യകളുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തവർ ഇത് ചെയ്താൽ മതി. പിന്നെ പറ്റുന്നവരെ വാസ്തു ഒക്കെ നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. വലിയ പൈസ മുടക്കണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ പുറകെ പോവുകയും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്താൽ മതി. ഒരു വാസ്തുദോഷവും ബാധിക്കത്തില്ലെന്നുള്ളതാണ്. ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂല ഓപ്പണായിട്ട് കിടക്കുന്നത് അത്ര നല്ലതല്ല. അത് കഴിവെങ്കിൽ നമ്മൾ മതിൽ കെട്ടി ക്ലോസ് ചെയ്യുവോ, അല്ലെ ഇപ്പൊ ഈ തകര ഷീറ്റൊക്കെ കിട്ടുമല്ലോ, അത് പൊക്കത്തി അത് ക്ലോസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. വരുമാനം നിലനിൽക്കാനും വർദ്ധിച്ചു വരാനും അത് ഉപകരിക്കും. നിരവധി അനുഭവങ്ങൾ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ബാക്കി ഞാനീ പറഞ്ഞ ഈശ്വരാദിത്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ജീവിതത്തിൽ മാറ്റം വരും. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം. പച്ചക്കർപ്പൂരം, ഇത് ഞാൻ മേടിച്ചത്. അപ്പൊ നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഇതാണ് പച്ചക്കർപ്പൂരം. ചെറിയ പീസുകളാണ്. ഇത് കണ്ടോ, ഇത് പച്ചമരുന്ന് കടയിൽ കിട്ടും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇപ്പം ഒരു ചെറിയ പീസ് ഓടിച്ചിട്ട്, ഇത് ചെറിയതാ പീസ് ഓടിച്ചിട്ട് നിങ്ങൾ തട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്ത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ തട്ടത്തിൽ വെച്ച്, ഇത് വേണേൽ ഓടിച്ചൊരു പീസ് കൂടെ ആക്കാം. ഇങ്ങനെ വേണേൽ ഓടിച്ചിട്ട് തന്നെ നമ്മൾ ചെറിയൊരു പീസ് ആക്കാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ തട്ടത്തിൽ വെച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിച്ച് സമ്പത്ത് ആവശ്യപ്പെടുക. രാവിലെ വൈകിട്ടും ജീവിതത്തിൽ മാറ്റം വരും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചെറിയ ഇതുപോലൊരു പീസ് എടുത്തിട്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് പറഞ്ഞ് വെക്കുക. രാവിലെ വൈകിട്ടും അത് തന്നെ എടുത്ത് പ്രാർത്ഥിച്ച് വെക്കുക. അങ്ങനെ ജപിച്ചാലും മാറ്റം വരും. മനസ്സിലായി? ഈ പച്ചക്കർപ്പൂരത്തിന് ഇതിരിക്കുന്നിടത്ത് തന്നെ ഒരു ഐശ്വര്യമുണ്ട്. പക്ഷെ വെറുതെ ഐശ്വര്യം ഉണ്ടാകത്തില്ല. മഹാലക്ഷ്മിയുമായിട്ട് കണക്ട് ആകണം. അത് ആ മന്ത്രം ചെല്ലുമ്പോഴേ കണക്ട് ആകത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഐശ്വര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ പച്ചക്കർപ്പൂരം. അപ്പോൾ ഈ പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് ഈ
അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഞാൻ പറഞ്ഞു 25 പവന്റെ സ്വർണം ഒരാൾ മേടിച്ചിട്ട് അവർ തിരിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ തിരിച്ചു കൊടുക്കാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, ബുധനും ഞായറാഴ്ചയും നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് മൺചിരാതിനകത്ത് നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈ ലോകത്ത് നടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നാഗരാജാവ് വിചാരിച്ചാൽ സന്താനങ്ങൾക്ക് ഉയർച്ച, ജോലി, നിങ്ങൾക്കുയർച്ച, സമ്പത്ത്, ഐശ്വര്യം, കിട്ടാക്കടം, കിട്ടാനുള്ള പൈസ, തൊഴിൽ അഭിവൃദ്ധി. ആര് ബിസിനസ്സിൽ തകർന്നാലും ആര് തൊഴിലിൽ തകർന്നാലും നിങ്ങൾ തകർത്തില്ല. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, എവറിത്തിങ്. പക്ഷേ പ്രാർത്ഥന ആയിരിക്കണം. വിളി അവിടെ ചെല്ലണം. അതാ എൻ്റെ കാര്യം. ഇപ്പം ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞ് നെയ്വിളക്ക് തെളിയിച്ച് അങ്ങ് മേടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നാഗരാജാവ് വിചാരിക്കേണ്ട എപ്പോൾ അനുഗ്രഹിക്കണമെന്ന്. അത് നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. നിങ്ങളിൽ അദ്ദേഹം എങ്ങനെ സംപ്രീതനാകുന്നോ അതനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞ് അത്ര ഭക്തിയോടെ ചെയ്തവർക്ക് അതിന്റെ ഫലം ഉണ്ടായി. അദ്ദേഹം ഇന്നിവിടെ വന്നു. അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട് എനിക്കൊരു ദക്ഷിണയും വെച്ചിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കാരണം വേണ്ടെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ നോക്കിയും പറഞ്ഞു കൊടുത്തിട്ടുള്ള അദ്ദേഹം ചെയ്തെന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതിന് എനിക്ക് തരേണ്ട ആവശ്യമില്ല. പുള്ളി പറഞ്ഞ് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് സന്തോഷത്തിന് തന്നു. എന്തായാലും ആ സന്തോഷം അദ്ദേഹത്തിനൊരു സന്തോഷമാണ്. ആയിക്കോട്ടെ. അപ്പം ഇതൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞതിനകത്ത് കാര്യമൊന്നുമില്ല. കാര്യങ്ങളാണ്. ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഏതൊരു കാര്യവും മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനിയും ഈ തീരാ ദുരിതങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കത്തിക്കാത്തവരും കത്തിക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. എന്നിട്ട് രാവിലെ വിളക്ക് കത്തിച്ചിട്ട് പച്ചക്കർപ്പൂരോ സാധാ കർപ്പൂരം ഏതാണെങ്കിലും മതി. വിളക്കിന്റെ മുന്നിൽ തട്ടം വെച്ച് ആ തട്ടത്തിൽ വെച്ച് കത്തിച്ചിട്ട് ഓം ശ്രീ കുലദേവതായ നമാന്ന് വാഗൊണ്ട് ജപിച്ച് 3 തവണ തൊട്ട് തൊഴുക. ഓം ശ്രീം എന്ന് പൂജ്യമില്ല, ശ്രീ എന്ന് ജപിച്ചാൽ മതി. ഓം ശ്രീ കുലദേവതായ നമ 3 തവണ തൊട്ട് തൊഴുതിട്ട് എൻ്റെ കുലദേവത എന്ന് വിളിച്ചാൽ മതി. എൻ്റെ ഈ മന്ത്രം ചെല്ലുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ എന്ന് പറയണ്ട. എൻ്റെ കുലദേവത എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ എന്ന് പറയുക. പിന്നെ വീണ്ടും തട്ടത്തിൽ കർപ്പൂരം വെച്ചല്ലേ കർപ്പൂരം തീർന്ന പോലെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത പ്രണാമം, എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, എനിക്ക് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ, വേണ്ട ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് നന്ദിയും പറയാം. ഇനി അമ്മയുടെ കുടുംബദേവതാ ക്ഷേത്രം അറിയത്തില്ല, അല്ലെ അച്ഛൻ്റെ ദേവതാ ക്ഷേത്രം അറിയത്തില്ല, അങ്ങനെയുള്ളവരും എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത അവിടുന്ന് അവിടുത്തെ എൻ്റെ അമ്മയുടെ ഈ കുടുംബക്ഷേത്രം ഒന്ന് കാണിച്ചു തരണേ, സഹായിക്കണേ, കണ്ടെത്താൻ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അങ്ങനെ എത്തിയവരുണ്ട് എത്രയോ ആളുകൾ. ഇനി നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രം ദൂരെയാണ്, നിങ്ങൾക്കിപ്പം മാസത്തിലൊന്ന് പോകാനേ പറ്റത്തുള്ളൂ, അല്ലെ നിങ്ങൾക്കൊരു 3 മാസത്തിലൊന്നേ പോകാനേ പറ്റത്തുള്ളൂ, ഇടയ്ക്ക് പോകണം കേട്ടോ. അപ്പൊ നിങ്ങൾ വീട്ടിലും ഇങ്ങനെ ഓം ശ്രീ കുലദേവതായ നമാന്ന് ജപിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയുടെ കുടുംബദേവതയെന്ന് വിളിച്ച് കർപ്പൂരത്തോട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെന്ന് വിളിച്ച് കർപ്പൂരത്തോട്ട് പ്രാർത്ഥിക്കുക. ആ വിളി അവിടെ കേൾക്കും എന്നുള്ളതാണ്. തീരാ ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ കുറേ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനകത്തൊന്നും വലിയ കാര്യമില്ല. നമ്മൾക്ക് എന്തു ചെയ്താൽ ജീവിതം മാറും, നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഐശ്വര്യം വരും, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും, ഈ കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പം ഞാൻ എന്നാലാകുന്ന രീതിയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല നിങ്ങൾക്ക് തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ശരിയായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തവരുടെ എല്ലാ ജീവിതത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. എത്ര മുൻജന്മ കർമ്മദോഷം ഉണ്ടെങ്കിലും, എത്ര സാമ്പത്തിക തകർച്ച ഉണ്ടെങ്കിലും, തീരാ ദുരിതങ്ങളുണ്ടെങ്കിലും 3 ക്ഷേത്രങ്ങളിൽ പോയാൽ മാറ്റം വരും. 1 ഗുരുവായൂരോ അല്ലെ അമ്പലപ്പുഴയോ, 2 ചോറ്റാനിക്കര, 3 പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. എഴുതി വെച്ചു. വിശ്വാസത്തോടെ വിളിച്ചാൽ, വിശ്വാസത്തോടെ പോയാൽ അവരുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. എത്രയോ ആളുകൾ ഇന്നിപ്പം പുത്തൻകാലമ്പലത്തിൽ വന്നവർ തന്നെ എന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നവരുണ്ട്, എറണാകുളം നായർ അമ്പലത്തിനോട് നിന്ന് വന്നവരുണ്ട്. കുറേയൊക്കെ എത്ര ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ. അമ്പലപ്പുഴയെ കുറിച്ച് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ചോറ്റാനിക്കര അമ്മയെ കുറിച്ച്, അമ്മയാണെല്ലാം.
നിങ്ങൾ പോകണം. ഗുരുവായൂർ അമ്പലത്തിലെ അല്ലെങ്കിൽ അമ്പലപ്പുഴ ചോറ്റാനിക്കര അമ്പലത്തിലെ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങൾ നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റും. എന്നാ മുൻജന്മ കർമ്മദോഷം ഉണ്ടായിക്കോട്ടെ, എന്നാ ശാപദോഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്നാ കർമ്മദോഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര ബിസിനസ്സിൽ തകർന്നു പോയിക്കോട്ടെ, എല്ലാം നശിച്ചോട്ടെ, നിങ്ങളെ രക്ഷപ്പെടുത്തും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, ഞാൻ പണ്ട് കൈരേഖ നോക്കിയൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് വീട് സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തെ വീട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടുകാർ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് എഴുതി മേടിച്ചു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് വഴക്ക് പിടിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നു. അങ്ങനെയാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പെരുവഴിയിലായിരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൈരേഖ നോക്കിയിട്ട് പറഞ്ഞു, 1 കൊല്ലമാണോ 1.25 കൊല്ലമാണോ എന്നറിയത്തില്ല, നിങ്ങൾ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോകും, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകും. ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മദ്യപിച്ച് നശിക്കാനൊന്നും പോയില്ല. അദ്ദേഹം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിത്യം പോകുമായിരുന്നു. പിന്നെ ഗുരുവായൂരും പോകും. ഗുരുവായൂർ പോയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ അങ്ങ് കരഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ അങ്ങ് പ്രാർത്ഥിക്കുക. കാരണം ഇയാൾക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട ഒരു പെരുവഴി പോയൊരവസ്ഥയാണ്. പിന്നെ അത് ലോഡ്ജ് റൂമൊക്കെ എടുത്ത് ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തിയാണ് ജീവിക്കുന്നത്. എന്ന് വേണ്ട, അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് 5 സെന്റ് സ്ഥലം ഒരു വീട് മേടിക്കാൻ സാധിച്ചു. അദ്ദേഹം തിരിച്ചു വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം ഗുരുവായൂരപ്പന്റെ മഹത്വമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്. അതുപോലെ തന്നെ ചോറ്റാനിക്കര എത്ര തകർന്നവരും ബിസിനസ്സിൽ തകർന്നവരായിക്കോട്ടെ, കടബാധ്യത അമ്മ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. ഗുരുവായൂരപ്പനും ചോറ്റാനിക്കരമ്മയും പിന്നെ പായിപ്പാട് പുത്തൻകാവിലമ്മയും. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല, എനിക്ക് അതിനുള്ള അറിവുമില്ല, സത്യസന്ധമായിട്ട് പറയുന്നത്. പിന്നെ ചില അനുഭവങ്ങൾ ഞാൻ അടിസ്ഥാനത്തിൽ നിങ്ങളോട് എന്നെ കൊണ്ട് പറഞ്ഞു തരാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈ ദേവതകളെ കുറിച്ച്, ഇവരുടെ ശക്തിയെക്കുറിച്ച് എന്നാലും പറയാനും അസാധ്യമാണ്. അതുപോലെ ശക്തിയാണ് ഈ ദേവതകൾക്ക്. അപ്പം നിങ്ങൾ എല്ലാ ജീവിതം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഈ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.